സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരണം നടക്കാത്ത അവസ്ഥയാണെന്നും കേരളം അക്രമരാഷ്ട്രീയം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും മുൽസി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന തൊഴിലാളികൾ ജോലിയില്ലാതെ വേലയില്ലാതെ അവരവരുടെ നാട്ടുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഈ നോട്ട് നിരോധനം കൊണ്ട് സാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിൽ ഇത്തരമൊരു ദുസ്ഥിതി ഉണ്ടാക്കി ഇതിന് പര്യവസാനം ഉണ്ടാക്കേണ്ട കേന്ദ്ര ഭരണകൂടം, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര റിസർവ് ബാങ്ക് പോലും ഇന്ന് നോക്കുകുത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റിസർവ് ബാങ്കിന്റെ അധികാരം കൈയാളിക്കൊണ്ട് രാജ്യത്ത് നോട്ട് നിരോധനം അടിച്ചേൽപ്പിച്ച നരേന്ദ്രമോദിയുടെ വാക്കുകൾ പോലും പരിപാലിക്കാൻ റിസർവ് ബാങ്കിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങളെ പോലും വെട്ടിലാക്കിയിരിക്കുന്നത് രാജ്യത്ത് നരേന്ദ്രമോദിയും ഭരണകൂടവുമാണ് എന്ന് ഇന്ന് ഊർജിത് പട്ടേൽ അടക്കമുള്ള റിസർവ് ബാങ്കിന്റെ ഗവർണർമാർ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. രാജ്യത്തെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധന്മാർ, അമർത്യ സെന്നിനെ പോലെയുള്ള ആളുകൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഈ രാജ്യത്തെ ലോകത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് നയിച്ച RBIയുടെ മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കാൻ സാധിക്കുമോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം ഈ രാജ്യത്ത് മാറുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കേണ്ടത്, ഈ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രതിഷേധ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് പ്രതിപക്ഷ ധർമ്മമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് PK രാഗേഷ് അധ്യക്ഷത ചടങ്ങിൽ കാവിൽ രാധാകൃഷ്ണൻ, ശശിധരൻ കരിമ്പനപ്പലം, അനൂപ് വില്യാപ്പള്ളി, കമ്മ്യൂണിസ്റ്റ് എടക്കുടി, പ്രിൻസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു.